നല്ല ത്രില്ലറാണ്. ഐ മീൻ ലാസ്റ്റ് വരെ നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയിട്ട് വില്ലൻ ആരാന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു സെക്കൻഡ് ഹാഫ് വരുന്നവരെ. നല്ല മൂവി. ഇറ്റ് ഇസ് വർത്ത്. ചിന്താമണി കൊലക്കേസ് ഇതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത് വേറെ ഇത് വേറെ. ഇത് പുള്ളിക്കാരൻ ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ്. ലൈക്ക് സ്റ്റോറി ലൈൻ ഭയങ്കര ഡൗൺ ആണോ? സ്റ്റോറി ലൈനൊക്കെ ഒരു ആവറേജ് സ്ക്രിപ്റ്റാണ്. നമ്മൾ കണ്ട് പറഞ്ഞതിന്റെ വേറൊരു രീതിയിൽ വെറൈറ്റി പിടിക്കാൻ നോക്കി വെച്ചാൽ അത് വർക്കായില്ല. അല്ല, ഓരോ പെൺകുട്ടികളും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഇത്. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ എടുത്ത് മാത്രം പറയാനൊന്നുമില്ല. ഒരു ആവറേജേ ഉള്ളൂ. ഡ്രാമയല്ലേ? കോട്ടൺ ഡ്രാമ എന്ന് പറഞ്ഞാണ് നമ്മൾ പോയത്. പക്ഷേ അങ്ങനെ അല്ല. നേരൊക്കെ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ അത് കിട്ടത്തില്ല. ഒരു ആവറേജ് റെസ്പോൺസിന് താഴെയാണ്. അത്രേ ഉള്ളൂ. ഇതിൽ കട്ട് ചെയ്യേണ്ട വിധത്തിലൊന്നും ഇല്ല. ജാനകിന്റെ പേര് അവിടെ പറയുന്നുണ്ട്. അല്ല, ജാനകി തന്നെയാണ് പറയുന്നത്. ത്രില്ലറാണോ ചോദിച്ചാൽ ഈ വില്ലൻ ആരാണെങ്കിലും ലാസ്റ്റ് വരെ കാണിക്കില്ല. നല്ല ഒരു പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ തന്നേക്കുന്നത്. പുള്ളിയുടെ ആ ഒരു വേ ഓഫ് പുള്ളി പറയുന്നതും സംസാരിക്കുന്ന രീതി, പിന്നെ പെർഫോമൻസ് രീതി. അനുപമ ഇസ് ലൈക്ക് അനുപമയുടെ പെർഫോമൻസ്. ദെൻ എന്താ പറയുക, ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസ്. എല്ലാവരും അടിപൊളിയായിട്ട്. അതിനകത്തൊരു വീക്ക് പോയിന്റ് എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. ഈവൻ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പോലും, ഈവൻ അതിൽ അഭിനയിക്കുന്ന ഓരോ ജൂനിയർ ഈവൻ റിപ്പോർട്ടേഴ്സ് പോലും ദേ ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ്. ആ ഒരു ഫീൽ ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത് തന്നെ. അവരുടെ ആ ഒരു ആർക്കും അങ്ങനെ ഒരു മാറ്റി നിർത്തി പറയാം ആരെങ്കിലും മോശമാണോ അങ്ങനെ ഒന്നുമില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ അത് ഞാൻ പറയാം, ഒരു പെൺകുട്ടിക്ക് വേണ്ട ബേസിക് നീഡ് എന്താണ് അതിനകത്ത് പറയുന്നുണ്ട്. സോ എവറി പെൺകുട്ടികൾ, എവറി സിസ്റ്റേഴ്സ്, എവറി മദേഴ്സ്, എല്ലാവരും ഈവൻ ആണുങ്ങളും എല്ലാവരും വന്ന് കാണുക എന്ന് കണ്ടിട്ട് അവരുടേതായ അഭിപ്രായം എന്ന് പറയുന്ന ബേസിക് നീഡ് എന്ന് ഒരു പെൺകുട്ടിക്ക് വേണ്ട ബേസിക് നീഡ് വരെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സോ വരണം, കാണണം, അടിപൊളി പടമാണ്.